ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കേരളത്തിൽ അന്ന് 2019-ലും 2018-ലും ഒക്കെ അന്ന് കേരളത്തിലെ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ നടത്തിയൊരു പ്രസ്താവന വായിച്ചുകൊണ്ട് ഞാൻ അത് തുടങ്ങാം. അന്ന് വി മുരളീധരൻ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ BJP തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ഓർമ്മിക്കണം, കേരളത്തിലെ വിശ്വാസികളോട്, നാമജപം നടത്തിയ വിശ്വാസികളോട് വി മുരളീധരൻ പറയുന്നു, 2019 സെപ്റ്റംബർ മാസം 11-ാം തീയതി പറയുന്നു, ഇതാ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തരെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി കേന്ദ്രം നിയമനിർമ്മാണം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിയമനിർമ്മാണം പോയിട്ടൊരു ഓർഡിനൻസ് എങ്കിലും നമ്മൾ കണ്ടു, ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം? ഇനി അങ്ങനൊരു നിയമനിർമ്മാണം സാധ്യമാണോ? അന്ന് CPM എടുത്ത നിലപാടെന്താ? കേന്ദ്രത്തിൽ അങ്ങനെ നിയമം നിർമ്മിക്കുക സാധ്യമല്ല. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് അത് മറികടക്കാൻ നിയമം നിർമ്മിക്കാത്തത്? യഥാർത്ഥത്തിൽ എന്തിന്മേലാ സുപ്രീം കോടതി വിധി വന്നത്? ഇവിടെയാണ് നമ്മുടെ അജ്ഞതയെ BJPയും കോൺഗ്രസും മുതലെടുത്തത്. പ്രേക്ഷകർക്കറിയാമല്ലോ, 1965-ലെ കേരള ഹിന്ദു പബ്ലിക് റിലീജിയസ് വർഷിപ്പ് ആക്ട് പ്രകാരം പൊതു ഹിന്ദു ആരാധനാലയങ്ങളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമത്തിലെ ചട്ടം 3B പ്രകാരമാണ് യുവതികൾക്ക് അവിടെ പ്രവേശന വിലക്കുണ്ടായിരുന്നത്. പരിപൂർണൻ സ്വാമിയുടെ വിധിയും നമുക്കറിയാവുന്നതാണ്. 91-ൽ ഏതെങ്കിലും ഒരു CPM സർക്കാർ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ ഈ പരിപൂർണൻ സ്വാമി വിധി നിലവിലിരിക്കുന്ന 1990 മുതൽ 2019 വരെ യുവതീ പ്രവേശനം അനുവദിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? യുവതിയെ പ്രവേശിപ്പിക്കണമെന്നൊരു വാദം ഉന്നയിച്ചതായിട്ട് ഇല്ല. ആ വിധി വരുന്നത് എപ്പോഴാണ്? 2018-ൽ ആ വിധി വരുന്നു. ആ വിധി വരുമ്പോഴാണ് ഈ സർക്കാർ ഇടപെടുന്നത്. അപ്പോൾ വി മുരളീധരൻ എന്ന് പറയുകയാണ് കേന്ദ്ര നിയമനിർമ്മാണം നടത്തുമെന്നത്രേ. സംസ്ഥാനത്തിന്റെ നിയമത്തിലെ ഒരു ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് കേന്ദ്ര നിയമനിർമ്മാണം നടത്താൻ പോകുന്നത് ശബരിമലയുടെ കാര്യത്തിൽ? അത് തന്നെ ഒരു കളവായിരുന്നു എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞതല്ലേ? അത് കേരളം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് 2019-ൽ കിട്ടിയ വോട്ട് പോലും 2021-ൽ കേരളത്തിൽ നിയമസഭയിൽ BJPക്ക് കൊടുക്കാതെ പോകുന്നതും BJP ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ വളർച്ച ഉണ്ടാവുന്നതും.